എല്ലാവർക്കും നമസ്കാരം. വാതദോഷത്തെ ശമിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഔഷധമാണ് ധന്വന്തരം തൈലം. കുറുന്തോട്ടി, ദശമൂലങ്ങൾ, ശതാവരി, അശ്വഗന്ധ, പശുവിൻ പാൽ എന്നിവ ഉൾപ്പെടെ 40ഓളം മൂലികകൾ എള്ളെണ്ണയിൽ കൃത്യമായ പാകത്തിൽ കാച്ചിയെടുത്താണ് ധന്വന്തരം തൈലം തയ്യാറാക്കുന്നത്. ശരീരത്തിലെ പേശികൾക്കും നാഡീ ഞരമ്പുകൾക്കും ബലമേകാൻ ഇതിലും മികച്ചൊരു എണ്ണ വേറെയില്ല. ശരീരത്തിൽ വാതദോഷം കൂടുമ്പോഴാണ് സന്ധികളിൽ വേദനയും ഞരമ്പുകൾക്ക് തളർച്ചയും ഉണ്ടാകുന്നത്. ധന്വന്തരം തൈലം ചർമ്മത്തിലൂടെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പേശികളെയും അസ്ഥികളെയും പോഷിപ്പിക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിച്ച് വാതത്തെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇത് നടുവേദന, മുട്ടുവേദന, കഴുത്തുവേദന, സന്ധിവാതം എന്നിവയ്ക്ക് നല്ലതാണ്. ഇത് പക്ഷാഘാതമുള്ളവർക്കും ഞരമ്പ് വലിവും തരിപ്പുമുള്ളവർക്കും നല്ലതാണ്. ഗർഭകാലത്തും പ്രസവരക്ഷയ്ക്കും സ്ത്രീകളുടെ അടിവയറ്റിലെയും ഇടുപ്പിലെയും പേശികൾക്ക് അയവും ബലവും നൽകാൻ ഇത് ഉത്തമമാണ്. ഇതുകൊണ്ട് ദിവസവുമുള്ള മസാജിംഗ് ശരീരത്തിന് നല്ല ആകൃതിയും ചർമ്മത്തിന് പ്രകൃതിദത്ത തിളക്കവും നൽകും. നടുവേദനയ്ക്കും തേയ്മാനത്തിനും ധന്വന്തരം തൈലം നേരിയ രീതിയിൽ ചൂടാക്കി നടുവിലും കശേരുക്കളിലും പുരട്ടി 20 മിനിറ്റ് മൃദുവായി മസാജ് ചെയ്യുക. ഇത് ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്കും തേയ്മാനം മൂലമുണ്ടാകുന്ന കടുത്ത നടുവേദനയ്ക്കും പെട്ടെന്ന് ആശ്വാസം നൽകും. മുട്ടുവേദനയ്ക്കും സന്ധിവാതത്തിനും ദിവസവും രാവിലെയും രാത്രിയും വേദനയുള്ള സന്ധികളിലും മുട്ടുകളിലും ഈ എണ്ണ തേച്ചു പിടിപ്പിക്കുക. ഇത് സന്ധികൾക്കിടയിലെ ദ്രാവകം വർദ്ധിപ്പിക്കാനും വേദനയും നീരും കുറയ്ക്കാനും സഹായിക്കും. പ്രസവശേഷം അമ്മമാർ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിന് മുൻപായി ഈ എണ്ണ ശരീരമാകെ തേച്ചു പിടിപ്പിക്കുക. പ്രസവം കാരണം ഇടുപ്പെല്ലുകൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന ബലക്കുറവ് മാറ്റി ശരീരത്തിന് പഴയ കരുത്ത് തിരികെ നൽകാൻ ഇത് സഹായിക്കും. രാത്രി കിടക്കാൻ നേരം കാലുകളിലും ഞരമ്പ് വലിവുള്ള ഭാഗങ്ങളിലും ഈ എണ്ണ തേച്ചു പിടിപ്പിക്കുക. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയും തരിപ്പും പൂർണ്ണമായി മാറ്റുകയും ചെയ്യും. കടുത്ത ജോലികൾ ചെയ്യുമ്പോഴോ യാത്രകൾ ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ശരീരവേദനയ്ക്ക് ഈ എണ്ണ തേച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇത് പേശികളിലെ ലാക്റ്റിക് ആസിഡ് കുറച്ച് ഉടനടി ശരീരത്തിന് നല്ല ഉന്മേഷവും ആശ്വാസവും നൽകും. പക്ഷാഘാതം വന്ന് തളർന്നുപോയ ശരീരഭാഗങ്ങളിൽ ദിവസവും ഈ എണ്ണ തേച്ച് മൃദുവായി തടവുക. നഷ്ടപ്പെട്ടുപോയ നാഡീ സംവേദനങ്ങൾ തിരിച്ചു പിടിക്കാനും ഇത് ആയുർവേദത്തിൽ പ്രധാനമായി ഉപയോഗിക്കാറുണ്ട്. ആഴ്ചയിൽ 2 തവണയെങ്കിലും ശരീരമാകെ ഈ എണ്ണ തേച്ച് അരമണിക്കൂറിന് ശേഷം കുളിക്കുക. ഇത് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി പ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കും. ധന്വന്തരം തൈലം ശരീരത്തിൽ തേച്ചതിന് ശേഷം കഴുകിക്കളയാൻ എപ്പോഴും ചെറുചൂടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക. തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ വാതദോഷം കൂടാൻ കാരണമായേക്കാം. കടുത്ത പനിയോ ദഹനക്കേടോ ഉള്ളപ്പോൾ ശരീരത്തിൽ എണ്ണ തേക്കുന്നത് ഒഴിവാക്കണം. ഇത് രോഗം കൂട്ടാൻ കാരണമായേക്കാം. ധന്വന്തരം തൈലം ശരീരത്തിൽ തേക്കാനുള്ളതാണ്. ഇത് തലയിൽ തേക്കരുത്.